പരിശുദ്ധമായ റജബ് ഒന്നുകൂടി പറഞ്ഞാൽ നമ്മുടെ SIR ഒന്നുകൂടി പുനർപരിശോധിക്കാനുള്ള സമയമാണ്. നമ്മുടെ SIR ഒന്നുകൂടി പുനർപരിശോധിക്കാനുള്ള സമയമാണ്. ഇപ്പോ 2 ദിവസങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായിട്ടുള്ള ഒരു വോട്ടിംഗ് ലിസ്റ്റ് വന്നു എങ്കിലും പിന്നീടും അതിനകത്ത് എന്തൊക്കെയോ പേരുകളൊക്കെ ചേർക്കുവാനോ പേരിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളോ ന്യൂനതകളൊക്കെ ഉണ്ട് എങ്കിൽ അത് കൊടുത്തുകൊണ്ട് അതിന്റെ പ്രത്യേകമായിരിക്കുന്ന തീരുമാനങ്ങളുമായിട്ടൊക്കെ മുമ്പോട്ട് പോവുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ആഖിറത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ റജബ് മാസം എന്ന് പറയുന്നത് നമ്മുടെ SIR ഒന്ന് പുനർപരിശോധിക്കാനുള്ള സമയമാണ്. നമ്മുടെ കൃത്യമായി നമ്മുടെ ലിസ്റ്റ് എടുത്തിട്ട് അല്ലാഹുവേ ഇന്നലെ വരെ പരിശുദ്ധമായ റജബെത്തി, ആ പരിശുദ്ധമായ റജബിന്റെ ഓരോ ദിവസങ്ങളിലൂടെയും കടന്നു പോവുകയാണ്. അല്ലാഹുവേ ഇന്നലെ വരെയും എന്റെ വോട്ടിംഗ് അല്ലെങ്കിൽ എന്റെ ഓരോ കൃത്യമായിരിക്കുന്ന രേഖകളും അതൊന്ന് പരിശോധിച്ചിട്ട് അല്ലാഹുവേ ഇന്നലെ വരെയും എന്റെ ജീവിതത്തിലൂടെ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തല്ലോ അല്ലാ, ഒരുപാട് തെറ്റുകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയല്ലോ, നിർബന്ധമായിരിക്കുന്ന അമലുകളെല്ലാം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ. അല്ലാഹുവേ അവിടെ ഒന്ന് ഓരോരുത്തരും ഒന്ന് പരിശോധന നടത്തിയിട്ട് ആഖിറത്തിലേക്ക് വിജയിക്കുവാനുള്ള SIR ഒന്ന് പുനർപരിശോധന നടത്തിയിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട് എങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരുത്തി കുറിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംവിധാനിച്ചിരിക്കുകയാണ് പരിശുദ്ധമായ റജബ് മാസത്തിലൂടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വിശ്വാസികളെ നിങ്ങൾ പരലോകത്തിലേക്കുള്ള SIR ഒന്ന് പുനർപരിശോധന നടത്തണമേ. ഇന്നലെ വരെയും കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ സായം സന്ധികളിലൂടെ കടന്നു പോയപ്പോ അല്ലാഹുവേ ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തു പോയല്ലോ തമ്പുരാനെ, എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നു പോയല്ലോ, നിർബന്ധമായ അമലുകൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അല്ലാ, എനിക്കൊന്ന് മാറി ചിന്തിക്കുവാനുള്ള സമയമാണ്. പാതിരാവിന്റെ നിശബ്ദതയിൽ പടച്ച റബ്ബിന്റെ മുമ്പിലേക്കൊന്ന് നീറ്റിരുന്നു കൊണ്ട് അങ്ങ് ശുദ്ധി വരുത്തിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒന്ന് പൊട്ടിക്കരയാൻ തയ്യാറുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ SIR ശരിയാക്കാനുള്ള സുവർണാവസരമാണ്. ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ ഇനി മാറ്റങ്ങൾ ഉണ്ടാകണം. ഇതാ പരിശുദ്ധമായ റജബ് മാസമാണല്ലോ, ഈ റജബ് മാസത്തിലൂടെ കടന്നു പോകുമ്പോ പരിശുദ്ധ റമദാനിനെ ഒന്ന് വരവേൽക്കുവാൻ എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം തമ്പുരാനെ. അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കരയാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് വോട്ടിംഗ് ലിസ്റ്റിൽ പേര് വന്നിട്ടില്ല എങ്കിൽ, പരലോകത്തിലേക്കുള്ള വോട്ടിംഗ് ലിസ്റ്റിൽ പേര് വന്നിട്ടില്ല എങ്കിൽ SIR നന്നാക്കാനുള്ള സുവർണാവസരമാണ്. പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒന്ന് കൈ ഉയർത്തൂ, എന്നിട്ടൊന്ന് ദുആ ചെയ്യൂ, അല്ലാഹുവേ എന്റെ തെറ്റുകളൊന്ന് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ, എനിക്ക് നന്നാവാനൊരു അവസരം എനിക്ക് തരണേ അല്ലാ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലെ SIRമായി ബന്ധപ്പെടുന്നവരല്ല, ഈ ദുനിയാവിലെ ഇലക്ഷൻ കമ്മീഷൻ അല്ല, ഈ ദുനിയാവിലെ വോട്ടിംഗ് മെഷീൻ അല്ല. പടച്ച തമ്പുരാൻ എന്ന് പറയുന്നത് നീതിമാനാണ്. അല്ലാഹു വാഗ്ദാനം ചെയ്യുകയാണ്, അങ്ങനെ SIR ഒന്ന് പുനർപരിശോധിച്ചിട്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. അല്ലാഹു തആല വാഗ്ദാനം തരികയാ, നിങ്ങൾ നിരാശപ്പെടണ്ട, നിങ്ങൾ ഭയക്കേണ്ടതില്ല, ഒരാളും പേടിച്ചു മാറി നിൽക്കേണ്ടതില്ല. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ഓരോ സായം സന്ധികളിലൂടെയും കടന്നുപോയപ്പോ നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നന്മകളായിട്ട് പരിവർത്തിപ്പിച്ചു തരും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ അല്ലാഹു തആല എന്ത് ചെയ്യും? നമ്മൾ തൗബ ചെയ്താൽ മാറ്റി ആ തെറ്റുകൾ പോലും മാറ്റിയിട്ട് ഹസനാത്തായിട്ട് അല്ലാഹു തആല മാറ്റി. ഖുർആന ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റജബ് മാസം, ആ റജബിന്റെ ഓരോ ദിനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് ശാശ്വതമായിരിക്കുന്ന പരലോക ജീവിത വിജയം നമുക്ക് കരസ്ഥമാക്കണം. അതുകൊണ്ട് നമ്മുടെ SIR, ആഖിറത്തിലേക്കുള്ള SIR ഒന്ന് ശരിയാക്കി
ഒന്ന് ശരിയാക്കി. നമുക്ക് ദുനിയാവിൽ വോട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെല്ലാം കിടന്നോടുകയാണ് അല്ലേ? നമ്മുടെ പൗരത്വം തെളിയിക്കാൻ, ഈ ഇന്ത്യയിൽ ജീവിക്കാൻ, മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ദുനിയാവാണ് ഇന്നല്ലെങ്കിൽ നാളെ തീരും, മരണത്തോടു കൂടി തീരും. പക്ഷേ പരലോകം അതല്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവർ, ഇവിടെ നമുക്ക് ഒരു പക്ഷേ SIR നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും അല്ലെങ്കിൽ നമുക്ക് വോട്ടില്ല എങ്കിലും അള്ളാഹു അങ്ങനെയൊന്നും വരുത്താതിരിക്കട്ടെ, നമുക്ക് വിഷയമല്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നാം ഈ ലോകത്ത് നിന്ന് വിട പറയും, അതോടുകൂടി തീർന്നു. പിന്നെ നമുക്കൊരു പൗരത്വവും വേണ്ട, ഒരു വോട്ടും വേണ്ട, ഒന്നുമില്ല. നേരെ മറിച്ച് അങ്ങനല്ല. അന്നു മുതലാണ് നമ്മൾ ഈ ലോകത്ത് നിന്ന് എന്ന് വിട പറയുന്നു, അന്നു മുതലാണ് നമുക്ക് യഥാർത്ഥ SIR യഥാർത്ഥ വോട്ടും നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അതിനു വേണ്ടി പരിശ്രമിക്കുക.